നടൻ ഷാജു ശ്രീധറും നടി ചാന്ദിനിയും ഒരുമിച്ച് അഭിനയിക്കുന്ന കാലത്ത് പ്രണയിച്ച് വിവാഹിതരായവരാണ്. ഒരു ഷോയ്ക്ക് പോകുന്നതിന് മുൻപായി ഇരുവരും ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുകയായിരുന്നു. പല അഭിമുഖങ്ങളിലൂടെയും തങ്ങളുടെ പ്രണയ വിവാഹത്തെക്കുറിച്ച് താരങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ട്. വിവാഹത്തിന് ശേഷം ഷാജു അഭിനയത്തിൽ സജീവമായെങ്കിലും ചാന്ദിനി അതിൽ നിന്നും പിന്മാറി. 2 പെൺമക്കൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, നർത്തകിയായ ചാന്ദിനി ഡാൻസ് സ്കൂൾ നടത്തി വരികയാണ്. എന്നാൽ ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികളെപ്പറ്റി താരദമ്പതിമാർ പറയുന്ന ഒരു വീഡിയോ വൈറലാവുകയാണിപ്പോൾ. നവരത്ന മോതിരം ഇട്ടതിനു ശേഷം വീട്ടിൽ കള്ളം കയറിയതടക്കം മോശമായ കാര്യങ്ങളാണ് ജീവിതത്തിലുണ്ടായതെന്നാണ് ഷാജു ശ്രീധറും ചാന്ദിനിയും ഒരു അഭിമുഖത്തിൽ പറയുന്നത്. കുറച്ചു മുമ്പ് പാലക്കാട്ട് ഞങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറി 25 പവനോളം കൊണ്ടുപോയി. പോലീസുകാരും വിരലടയാള വിദഗ്ധരും ഒക്കെ വന്നു. അവർ പറഞ്ഞതൊരു നായയെ വളർത്തിയാൽ നല്ലതാണെന്നാണ്. പട്ടി കുരയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് കള്ളൻ വന്നാൽ റിയാക്ട് ചെയ്യാൻ സാധിക്കുമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ഒരു നായയെ വാങ്ങുന്നത്. അതിനെ വാങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ജർമ്മൻ ഷെപ്പേർഡിനെ കള്ളന്മാർ കൊണ്ടുപോയെന്ന് കേട്ടു. അതുകൊണ്ട് വീടിനെ അകത്തിട്ടാണ് പട്ടിയെ വളർത്തിയത്. കള്ളൻ കൊണ്ടുപോയ 25 പവനും പിന്നീട് കിട്ടിയില്ല. നവരത്നമിട്ടാൽ നല്ലതാണെന്നാരോ എന്നോട് പറഞ്ഞു. പക്ഷെ അതിൻ്റെ കല്ല് മാറിപ്പോയാൽ അത് ദോഷമാണത്രേ. എനിക്കും അങ്ങനെ ആയിരുന്നെന്ന് തോന്നുന്നു. അതിട്ട അന്നു മുതൽ എനിക്ക് പ്രശ്നങ്ങളായിരുന്നു. വർക്കിന് പോകുമ്പോൾ അത് മുടങ്ങിപ്പോകും. ഷൂട്ടിന് ചെല്ലുമ്പോൾ എൻ്റേതായിട്ടുണ്ടാകില്ല. ഡേറ്റ് ക്ലാഷ് ആയിട്ട് വർക്കൊന്നും നടക്കാത്ത അവസ്ഥയായി. ഈ മോതിരം ഇട്ടതിന് ശേഷം മൊത്തം മുടക്കങ്ങളാണ് എനിക്കുണ്ടായത്. പിന്നീട് വീട്ടിൽ കള്ളൻ കൂടി കയറിയപ്പോൾ ഈ മോതിരം കൂടി കൊണ്ടുപോയി. അതോടെ എല്ലാം ശരിയായി. കള്ളൻ കയറിയ ദിവസം ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ട്. അച്ഛനും അമ്മയും കിടക്കുന്ന കട്ടിലിനോട് ചേർന്നുള്ള അലമാര തുറന്നാണ് സ്വർണം കൊണ്ടുപോയത്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. വാതിലുകളെല്ലാം തുറന്നു മലർത്തി ഇട്ടിട്ടുണ്ട്. ചുവരിൽ കുട്ടികളുടെ കാൽപ്പാടുകളായിരുന്നു. നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് വന്നത്. അവർ ആദ്യം കുട്ടികളെ ഇറക്കും, എന്നിട്ട് വാതിൽ തുറക്കും. ഫോണുകളോ പൈസയോ ഒന്നും കൊണ്ടുപോയില്ല.